നമസ്കാരം, ഈസി ടിപ്സിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കാൻ സാധിക്കും. പുരുഷനാകണമെങ്കിൽ പുരുഷത്വം വേണമെന്ന് തന്നെ പറയാം. കിടക്കയിലെ ശേഷി മാത്രമല്ല, മസിലുകളും ശരീരരോമവുമെല്ലാം പുരുഷനെ പുരുഷത്വം നൽകുന്ന ഘടകങ്ങളാണ്. പുരുഷത്വത്തിനെ സഹായിക്കുന്ന ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണാണ്. ഇതാണ് പൊതുവെ പുരുഷ ഹോർമോൺ എന്നറിയപ്പെടുന്നത്. ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ മസിൽ വളർച്ചയ്ക്കും ശരീരത്തിൽ രോമം വളരുന്നതിനുമെല്ലാം ഏറെ അത്യാവശ്യമാണ്. ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കുറയുന്നത് പുരുഷവന്ധ്യതയുൾപ്പെടെ പല പ്രശ്നങ്ങൾക്കും കാരണമാകാറുണ്ട്. ബീജോൽപാദനത്തിനും ഈ ഹോർമോൺ വളരെ ആവശ്യമായതാണ്. ഇതല്ലാതെയും ഒരു പിടി പ്രശ്നങ്ങൾ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ കുറവ് വരുന്നത് വഴി ഉണ്ടാകാറുണ്ട്. ടൈപ്പ് 2 പ്രമേഹത്തിനുള്ള ഒരു കാരണം ടെസ്റ്റോസ്റ്റിറോണിൻ്റെ കുറവാണ്. ഉറക്കമില്ലായ്മ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ കുറവിൻ്റെ മറ്റൊരു ലക്ഷണമാണ്. ഹോർമോണിൻ്റെ കുറവ് ഊർജ്ജക്കുറവിനെ ഇടവരുത്തും, ക്ഷീണത്തിനുള്ള കാരണമാകും. ഡിപ്രഷൻ കാരണം കൂടിയാണ് ഈ പ്രത്യേക ഹോർമോണിൻ്റെ കുറവുണ്ടാകുന്നത്. സെക്സ് താൽപ്പര്യവും കഴിവും കുറയുന്നത് ടെസ്റ്റോസ്റ്റിറോൺ അളവ് കുറഞ്ഞുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. പുരുഷന്മാരിൽ ഉദ്ധാരണക്കുറവും സ്ഖലന പ്രശ്നങ്ങളും ഇതുകൊണ്ടുണ്ടാകാറുണ്ട്. സെക്സിൻ്റെ താൽപ്പര്യത്തിനുള്ള കുറവും ഇതുമൂലമാകാം. ഈ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ എങ്ങനെ നമ്മുടെ ശരീരത്തിൽ വർദ്ധിപ്പിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പുരുഷത്വത്തിൻ്റെ അളവ് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെക്കുറിച്ച് സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ കുറയുന്നതിന് കാരണങ്ങൾ പലതുമുണ്ട്. ഇതിൻ്റെ ഈ ഒരു ഹോർമോണിൻ്റെ തോത് വർദ്ധിപ്പിക്കുവാൻ ഭക്ഷണം ഉൾപ്പെടെ പല വഴികളുമുണ്ട്. പ്രത്യേകിച്ചും സിങ്ക് അടങ്ങിയ ഭക്ഷണങ്ങൾ, മുട്ട, കക്കയിറച്ചി പോലുള്ള ഭക്ഷണങ്ങൾ ഈ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ഉൽപ്പാദനത്തിനെ സഹായിക്കുന്ന ഘടകങ്ങളാണ്. അതുപോലെ തന്നെ ബദാം പോലുള്ള ഡ്രൈ നട്ട്സും ഇതുപോലുള്ള പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളും പുരുഷ ഹോർമോൺ ഉൽപ്പാദനത്തിനെ സഹായിക്കുന്നവയാണ്. ഇതുപോലെ ബദാം പോലുള്ള ഡ്രൈ നട്ട്സും ഇതിനേറെ സഹായിക്കുന്നുണ്ട്. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ പുരുഷ ഹോർമോൺ ഉൽപ്പാദനത്തിനെ സഹായിക്കുന്നവയാണ്. മുട്ടയിലും ബദാമിലും പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഡ്രൈ നട്ട്സും പ്രോട്ടീൻ സമ്പുഷ്ടമാണ്. പയർ, പരിപ്പ് വർഗ്ഗങ്ങൾ, അതുപോലെ തന്നെ മുളപ്പിച്ച ധാന്യങ്ങൾ പ്രോട്ടീൻ്റെ കലവറയാണ്. തൊലി നീക്കിയ ചിക്കൻ, തൈര് തുടങ്ങിയവയും പ്രോട്ടീൻ സമ്പുഷ്ടമായ ഭക്ഷണങ്ങളാണ്. അതുപോലെ മറ്റൊന്ന് വ്യായാമമാണ്. പുരുഷൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് മാത്രമല്ല വ്യായാമം ചെയ്യുന്നത്. പുരുഷ ഹോർമോൺ ഉൽപ്പാദനത്തിനും വ്യായാമം സഹായിക്കുന്നുണ്ട്. വെയ്റ്റ് ട്രെയിനിങ്ങിനൊപ്പം കാർഡിയോ വർക്കൗട്ടുകളും അത്യാവശ്യമാണ്. ഇത് ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദനത്തിന് മാത്രമല്ല, കൈകളിലെയും നെഞ്ചുകളിലെയും മസിലുകൾക്ക് ഉറപ്പു നൽകും. വെയ്റ്റ് ട്രെയിനിങ് പോലുള്ളവ ചെയ്യുന്നത് പുരുഷ ഹോർമോൺ വർദ്ധിപ്പിക്കാനും മസിൽ മാസ് ഇരട്ടിയാകാനും സഹായിക്കുന്ന ഒന്നാണ്. ആഴ്ചയിൽ 4-5 ദിവസമെങ്കിലും വെയ്റ്റ് ട്രെയിനിങ് ശീലമാക്കുന്നത് നല്ലതാണ്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഉറക്കം എന്നുള്ളത്. 7-8 മണിക്കൂർ ഉറങ്ങണം, എങ്കിൽ മാത്രമേ ഈ ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തിനെ ഏറെ സഹായിക്കുകയുള്ളൂ. നേരത്തെ കിടന്ന് നേരത്തെ എഴുന്നേൽക്കുന്ന രീതിയും ഏറെ നല്ലതാണ്. ഈ ഉറക്കത്തിലുണ്ടാകുന്ന ക്രമക്കേടുകൾ ഈ പുരുഷ ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തിന് തടസ്സം നിൽക്കുന്നവയാണ്. അതുപോലെയാണ് സ്ട്രെസ് പല അസുഖങ്ങൾക്കും കാരണമാകാറുണ്ട്. അതുപോലെ തന്നെ പുരുഷ ഹോർമോണിനെയും ബാധിക്കുന്നു. ഈ ഹോർമോൺ കുറവിന് കാരണം ചിലപ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന സ്ട്രെസ് ആയിരിക്കാം. സ്ട്രെസ് ഹോർമോണുകൾ ഉണ്ടാകുമ്പോൾ സെക്സ് ഹോർമോണിനെ കുറയ്ക്കും. സ്ട്രെസ്, ടെൻഷൻ എന്നിവയും തന്നെ ഒഴിവാക്കേണ്ട ഘടകങ്ങളാണ്. ഇത് ഈ ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തെ തടസ്സപ്പെടുത്തുന്നതാണ്. ഈ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ഒന്നാണ് വെളുത്തുള്ളി. ജിൻസെങ്, അശ്വഗന്ധ പോലുള്ള ആയുർവേദ വഴികളും പരീക്ഷിക്കാവുന്നതാണ്. അതുപോലെ ഇഞ്ചിയും വളരെ നല്ലതാണ്. സപ്ലിമെൻറ്റുകളൊക്കെ ലഭിക്കുമെങ്കിലും അത് ഉപയോഗിക്കുന്നതിന് മുൻപ് ഡോക്ടറുടെ നിർദ്ദേശം തേടേണ്ടതാണ്. സോയ ഉൽപ്പന്നങ്ങൾ കുറയ്ക്കുകയാണ് നല്ലത്. മറ്റൊന്നുമല്ല, സോയ സ്ത്രീ ഹോർമോണായ ഈസ്ട്രജനാൽ സമ്പുഷ്ടമാണ്. അതുകൊണ്ട് സോയ ഉൽപ്പന്നങ്ങൾ മാറ്റി നിർത്തുന്നത് നല്ലതാണ്. ബ്രോക്കോളി, കാബേജ്, കടുകില പോലുള്ള ഇലക്കറികൾ ഈ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ വർധനവിനെ സഹായിക്കുന്നവയാണ്. അതുപോലെ തന്നെയാണ് മദ്യത്തിൻ്റെ ഉപയോഗം. ഇതിന് നേരെ തിരിച്ചാണ്. മദ്യം, ബിയർ പോലുള്ള കാര്യങ്ങളെല്ലാം പുരുഷ ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തിനെ തടസ്സം നിൽക്കുന്നവയാണ്. ഇതിലെല്ലാം സ്ത്രീ ഹോർമോണായ ഈസ്ട്രജനുണ്ട്. അതുപോലെ തന്നെയാണ് പുകവലിയും. ഇതെല്ലാം ഈ ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തിന് തടസ്സം നിൽക്കുന്ന ഘടകങ്ങളാണ്. മറ്റൊന്ന് പഞ്ചസാരയാണ്. പഞ്ചസാരയുടെ ഉപയോഗം ടെസ്റ്റോസ്റ്റിറോണിൻ്റെ തോത് 25% കുറയ്ക്കുമെന്നാണ് പഠനങ്ങളൊക്കെ പറയുന്നത്. അതുകൊണ്ട് കൃത്രിമ മധുരങ്ങൾ കഴിവതും ഒഴിവാക്കുക. ആവശ്യത്തിന് മാത്രം പഞ്ചസാര ഉപയോഗിക്കുക.
വൈറ്റമിൻ ഡി പുരുഷ ഹോർമോൺ ഉൽപ്പാദനത്തിന് ഏറെ ആവശ്യമായ ഒന്നാണ്. സൂര്യപ്രകാശത്തു നിന്ന് ഇത് ലഭിക്കും എങ്കിലും അതല്ലാതെ സപ്ലിമെൻറ്റുകളിലൂടെയും നമുക്ക് ഭക്ഷണത്തിൽ ശീലമാക്കാവുന്നതാണ്. വൈറ്റമിൻ ഡി കാൽസ്യം ആഗിരണത്തിന് മാത്രമല്ല പുരുഷത്വത്തിനും പ്രധാനപ്പെട്ടതാണെന്ന് ഓർക്കുക. മറ്റൊന്ന് റെഡ് ലൈറ്റ് തെറാപ്പിയാണ്. അതായത് വൃഷ്ണങ്ങളിൽ റെഡ് ലൈറ്റ് കൊള്ളിക്കുന്നത് ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദനത്തിന് സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. ഇത് നേരിട്ട് ശരീരത്തിലേക്ക് കടന്ന് ഊർജ്ജോൽപാദനം വർദ്ധിപ്പിക്കും എന്നാണ് പറയുന്നത്. ചുവന്ന ലൈറ്റ് വൃഷ്ണങ്ങളിൽ കൊള്ളിക്കുന്നത് 3 ഇരട്ടി ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദനത്തിന് സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. ദിവസവും പുതിയ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈസി ടിപ്സ് ഫോർ യു.